പറഞ്ഞിരുന്നില്ലേ തൃശൂർ? അതറിയണമെങ്കിൽ നീ എന്റെ ഒപ്പം വരണം. നീ നേരിട്ട് കാണ്. അത് കണ്ടിട്ടും നിനക്കെന്നെ വിശ്വാസമാകുന്നില്ലെങ്കിൽ അതെന്റെ വിധിയാണെന്ന് ഓർത്തോളാം. അപ്പോ ആ വഴി നീ മറന്നുപോയെന്ന് പറഞ്ഞിട്ട്? അന്വേഷിക്കുകയാണെങ്കിൽ കണ്ടെത്താൻ പറ്റും തൃശൂൽ. കൂടാതെ നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് തൃശൂൽ. അത് നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന കാര്യം. അല്ല, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിവിടെ വെച്ച് തന്നെ പറഞ്ഞാ പോരെ? സത്യങ്ങളൊക്കെ അറിയാനും അത് മനസ്സിലാക്കാനും വേറെ വഴിയൊന്നുമില്ല. നീ എന്റെ കൂടെ വാ. ശിവാനി. എന്താ കൊച്ചച്ച, എന്തെങ്കിലും വേണമായിരുന്നോ? വേണമായിരുന്നു. എന്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമായിരുന്നു. ഞാനത് നേരെ തന്നെ പറയാം. ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിലേക്ക് നിന്റെ രൂപത്തിൽ വന്നത് ആരാണ്? അതിനെപ്പറ്റി ഒരു ഡ്രാമ തന്നെ ഇവിടെ നടന്നു. അതല്ല ഓക്കെ. എന്നാലും തൃശൂലിന്റെ മുറിയിൽ ഉണ്ടാകേണ്ട നീ മറ്റൊരു മുറിയിൽ നിന്ന് വന്നെങ്ങനെയാ? എനിക്കും അറിയില്ല കൊച്ചച്ച. ഞാൻ രാത്രി തൃശ്ശൂരിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നേ. പക്ഷെ ഉണർന്നു നോക്കിയപ്പോ മറ്റൊരു മുറിയിലായിരുന്നു. ഈ കാര്യം നീ ഇന്നലെ അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. എന്നാലും നിന്റെ അറിവോടുകൂടെ അല്ലാതെ നീ മറ്റൊരു മുറി ചെന്ന് കിടന്നു എന്ന് പറയുന്നത് എനിക്കെന്തോ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറ, തൃശൂലിന്റെ മുറിയിൽ നിന്നും മറ്റേ മുറിയിലേക്ക് പോയ ആളും നീ തന്നെയാണ്. പിന്നെ തൃശൂലിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നതും അതും നീ തന്നെയാ. എന്താ കൊച്ചച്ച ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? എന്നെ അത്രത്തോളം സംശയമാണോ നിങ്ങൾക്ക്? അത് നീ തന്നെയാടി. നിന്നെ പോലുള്ള ഇച്ഛാധാരി നാഗങ്ങൾക്ക് മാത്രമേ അങ്ങനെ സാധിക്കൂ. കൊച്ചച്ച, ആ പരമേശ്വരനാണ് സത്യം. ആ വന്നത് ഞാനല്ല. അത് ശരി. ശരി എന്നാ. നാഗങ്ങൾ എന്ത് സംഭവിച്ചാലും ശരി, ഒരിക്കലും കള്ളസത്യം ചെയ്യില്ല. അപ്പൊ പിന്നെ തൃശൂലിന്റെ മുറിയിൽ നിന്ന് ഓടിപ്പോയത് ആരായിരിക്കും? എന്നെ തട്ടിക്കൊണ്ടുപോയ സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു തരാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ. ഏത് സ്ഥലം കാണിച്ചു കൊടുക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവൻ ഈ കാര്യത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ അവൻ അത് മറക്കുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും കാര്യം അവനോട് പറഞ്ഞാലേ എനിക്കിതിന്ന് രക്ഷപ്പെടാനാകൂ. അല്ല, നീ എന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നേ? നമ്മളിപ്പോ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ശരിയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? എന്റെ ശത്രുക്കളെ നീ നിന്റെ ശത്രുക്കളായി കണ്ടിട്ട് അത് അന്വേഷിക്കാൻ നീ വന്നല്ലോ. അത് നിന്റെ നല്ല മനസ്സാ, നിന്റെ നന്മ കൊണ്ടാ. അതുകൊണ്ട് നിന്റെ കൂടെ ഉള്ളവരെ പറ്റി ഒരു സത്യം എനിക്ക് പറയാനുണ്ട്. അതിനിയും മറച്ചു വെച്ചാൽ അത് തെറ്റായി പോകും. തൃശൂർ, ആ വലിയ രഹസ്യം ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുക. എന്ത് രഹസ്യം? എന്താന്ന് പറ. നീ അറിയാതെ നിന്റെ ഫീലിംഗ്സുമായിട്ട് കളിക്കുന്ന ആ ശിവാനിയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ശിവാനിയെ പറ്റിയോ? നീ എന്തേ പറഞ്ഞു വരുന്നേ? നിനക്കൊരു കാര്യം അറിയാമോ തൃശൂർ? ശിവാനി ഒരു സാധാരണ സ്ത്രീയല്ല. അവൾ ഒരു ഇച്ഛാധാരി നാഗറാണിയാണ്. സത്യം, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട സത്യം. ഇനി അങ്ങോട്ട് എല്ലാവരും അറിയേണ്ട സത്യം ഇതാണ്. അത് നിനക്കങ്ങനെ അറിയാം? അത് ഞാൻ കാണാതാവുന്നതിന് മുൻപേ അവൾ ഒരു നാഗമായി മാറുന്നത് ഞാൻ കണ്ടതാ. തൃശൂർ, അവൾ സത്യമായിട്ട് ഒരു നാഗറാണിയാണ്. അവൾ നാഗലോകത്തുനിന്നും വന്നതാണ്. വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലേ, അതിനെല്ലാം കാരണക്കാരി അവള് തന്നെയാ. നോക്ക്, നീ ഇപ്പൊ അറിഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉടനെ വീട്ടുകാരെ എല്ലാം അറിയിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ നിന്റെ കാര്യം നോക്ക്. അല്ല തൃശൂർ, ഞാൻ ഇത്രയും വലിയൊരു രഹസ്യം നിന്നോട് പറഞ്ഞിട്ടും നിനക്കതിൽ ഒരു അത്ഭുതവും തോന്നുന്നില്ലേ? തോന്നിയിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. അവള് നാഗമാണെന്ന് ഞാൻ ആദ്യം അറിഞ്ഞപ്പോ തോന്നിയതാ. എന്നുവെച്ചാ അവള് നാഗറാണിയാണെന്ന് നീ പറയുന്നതിന് മുൻപേ തന്നെ എനിക്കറിയാം. തൃശൂർ,
എന്തായി പറയുന്നത്? അപ്പോ അവള് നാഗറാണിയാണെന്നുള്ള കാര്യം നിനക്ക് അറിയാമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നീ ആരാണെന്നുള്ള സത്യവും നിനക്കറിയോ? എന്നുവെച്ചാ നീ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ ആരാന്ന് ചോദിച്ചാ എന്ത് പറയാനാ? ഞാൻ തൃശ്ശൂലല്ലേ, ശിവാനിയുടെ ഭർത്താവ്. ശിവാനി നാഗറാണിയാണെന്ന് അറിഞ്ഞതുപോലെ ഇവൻ ആദിശേഷനാണെന്നുള്ള സത്യം മനസ്സിലായെന്നാ കരുതിയത്. പക്ഷെ ഏതായാലും അവൻ അറിഞ്ഞിട്ടില്ല. എന്റെ ശിവാനി അവള് നാഗലോകത്തുനിന്ന് വന്നവളാ. ഈ തൃശ്ശൂലിനെ സ്നേഹിക്കാൻ വേണ്ടി വന്നവള്. അവള് ദേവകന്യകയാണ്. ഒരു ദേവതയായി വന്നെന്നെ പ്രണയിച്ചവൾ. പ്രണയത്തിന്റെ മറ്റൊരു പേരാണ് ശിവാനി. എന്റെ ശിവാനി. ഞങ്ങളുടെ പ്രണയത്തിന്റെ ഫലമാണ് അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ്. എന്നാലിപ്പോ ഈ സത്യം പറഞ്ഞു കഴിയുമ്പോ അവനുണ്ടാകുന്ന നിരാശയിൽ അവന്റെ മനസ്സിൽ കയറിക്കൂടി ആ സമയം തന്നെ അവൻ ആദിശേഷനാണെന്നുള്ള സത്യം അവന് തന്നെ മനസ്സിലാക്കി കൊടുത്ത് ശിവാനിയെ ഇല്ലാതാക്കി നാഗമാണിക്യം കൊണ്ട് കടന്നു കളയാന്ന് കരുതിയപ്പോ അതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ. അല്ല തൃശൂർ, അവൾ ഈ ഭൂമിയിലേക്ക് വന്നത് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമാണോ, അതോ അവക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യവും കൂടി കാണോ? അവൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ത് കാര്യത്തിന് വേണമെങ്കിലും ആയിക്കോട്ടെ. 100,000 കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതൊന്നും എനിക്കറിയണ്ട. പക്ഷെ എന്റെ ശിവാനി അവൾ എന്റെ പ്രണയമാണ്, എന്റെ ഭാര്യയാണ്, എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. അതിനേക്കാൾ മറ്റെന്താണ് എനിക്ക് വേണ്ടത്? ഞങ്ങളുടെ കാര്യത്തിൽ ഇത്രയ്ക്ക് അസൂയ തോന്നിയത് ആർക്കാണെന്ന് അറിയില്ല. ചിലപ്പോ ദൈവം തന്നെ കണ്ടുവച്ചതായിരിക്കും. ഞാൻ എന്റെ ശിവാനിയെ നഷ്ടപ്പെടുത്തി, ഞങ്ങളുടെ പ്രണയം നഷ്ടപ്പെടുത്തി, ഞങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി. ആ ദുഷ്ടന്മാരെല്ലാവരും ചേർന്ന് എന്റെ ശിവാനിയെ ചുട്ട് ചാമ്പലാക്കിയില്ലേ? ഞാൻ എന്റെ ശിവാനിയെ തന്നെ നഷ്ടപ്പെടുത്തി. എന്താ നീ പറയുന്നത് തൃശൂർ? അവള് മരിച്ചു പോയെന്നോ? അല്ല, നഷ്ടപ്പെട്ടെന്ന് പറയുന്നു, അവളെ കൊന്നു കളഞ്ഞെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ വീട്ടിലുള്ളവൾ ആരാ? അവൾ ശിവാനിയല്ല, ശൈലു.